എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മോർഫി റിച്ചാർഡിൻ്റെ മൈക്രോവേവ് ഓവനാണ്. നല്ല ഒരു ബ്രാൻഡ് കമ്പനിയാണ് മോർഫി റിച്ചാർഡ്. അവരൊരു മൈക്രോവേവ് ഓവനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ടെക്നീഷ്യൻ കൊണ്ടുവന്ന അതാണ്. പുള്ളി കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ട്രാൻസ്ഫോമറും ഇതും വർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിക്കൊണ്ടേയിരിക്കും, ഓഫ് ആകത്തില്ല. നമ്മൾ പവർ കൊടുക്കുമ്പോൾ തന്നെയാണ് ഓണാവുന്നത്. അപ്പോൾ ഇത് വലിയ പ്ലഗ് ആയതുകൊണ്ട് ഞാനൊരു കണക്ടർ ഇട്ട് സ്വിച്ച് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഒരു ശബ്ദം, ഒരു മൂളക്കം ഇതിൽ കേട്ടായിരുന്നു. അത് ആ ബീപ്പ് അല്ലാണ്ട് വേറൊരു മൂളക്കം ഉണ്ട് ഇതിൽ. അതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഇത് ഓണാവുകയാണ് ചെയ്യുന്നത്. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഒട്ടുമിക്ക കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒട്ടുമിക്ക മൈക്രോവേവ് ഓവനുകളിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണാറുണ്ട്. അത് ചില മൈക്രോവേവ് ഓവനിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്ലഗിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ ഫാനും ലൈറ്റും ട്രാൻസ്ഫോമറും എല്ലാം കൂടെ ഒരുമിച്ച് ഓണാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതല്ലാണ്ട് ഈ ഫാനും ലൈറ്റും മാത്രം ഓടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന 3 റിലേകളാണ്. ഈ റിലേയിൽ ഇപ്പോൾ ഈ ഒന്നാമത്തെ റിലേ എന്ന് പറയുന്നത്, ആദ്യം കാണുന്ന ഈ റിലേ, ഈ ഒന്നാമത്തെ റിലേ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസ്ഫോമർ മാഗ്നട്രോണിൻ്റെ ട്രാൻസ്ഫോമർ ഓൺ ചെയ്യുന്ന റിലേ ആണിത്. അതിനടുത്തുള്ളത് ലൈറ്റും ഫാനും ഓൺ ചെയ്യാനുള്ള റിലേ. അതിനടുത്തുള്ളത് ഇതിനകത്തുള്ള ഹീറ്റർ വർക്ക് ചെയ്യാനുള്ള റിലേ. ഇങ്ങനെ 3 റിലേയാണ് ഇതിനകത്തുള്ളത്. 3 റിലേ അല്ലാണ്ട് വേറെ 2 റിലേയും കൂടെ ഉണ്ട്. ഇത് ഈ സൈഡിൽ ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ റിലേ ഷോർട്ട് ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഒന്നാമത്തെ റിലേ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഈ റിലേയുടെ കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യണം. ആണോ, അത് ടോപ്പും ബോട്ടത്തിലുള്ള കോണ്ടാക്റ്റ് ഷോർട്ടാണ്. അപ്പോൾ ഈ റിലേ ഷോർട്ട് ആയതുകൊണ്ടിട്ടാണ് ഈ ട്രാൻസ്ഫോമർ ഇതാണ്. അത് ഞാനിപ്പോൾ ചെക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ റിലേ, ഇതിനകത്ത് വരുന്ന റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേയുടെ ഈ 2 ടോപ്പിൽ ഈ 2 കോണ്ടാക്റ്റും ഷോർട്ടാണ്. നമ്മളിവിടെ വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും NO കാണിക്കണം. പക്ഷേ അത് NCയിലോട്ടാണ് വരുന്നത്. നോർമലി ക്ലോസ് ആണത്. അപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ റിലേ മാറ്റി വയ്ക്കാം. അഴിച്ചെടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ബീപ്പ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് പോയെന്ന് പറഞ്ഞ റിലേ. ഇതിൻ്റെ കോണ്ടാക്റ്റ് ഷോർട്ടിങ് ആണ്. ഇത് ഓക്കെ ആണ്, ഇതും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് ഈ ഒരു റിലേ ആണ്. നമുക്ക് ആ റിലേ ഊരിയിട്ട് ഇത് അവിടെ ഫിറ്റ് ചെയ്യാം.
ഇതാണ് നമ്മളിപ്പോൾ അഴിച്ചെടുത്തിരിക്കുന്ന റിലേ. അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാം. ഉണ്ടോ? ഇതൊരിക്കലും ഇങ്ങനെ ഷോർട്ടിങ് ആവാൻ പാടില്ല. റിലേ ഓണാവുന്ന സമയത്ത് മാത്രമേ അത് ഓണാവാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേറൊരു പുതിയതല്ല എന്നാലും വേറൊരു റിലേ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ റിലേ ഫിറ്റ് ചെയ്തു. നമുക്ക് ഈ ഫ്രണ്ട് പാനലുമായിട്ട് ഇത് സെറ്റ് ചെയ്ത് പിടിപ്പിക്കാം. തിരിച്ച് അതേ കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം ആ പഴയ കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇപ്പോൾ ഹമ്മിങ് ഇല്ല. ഇപ്പോൾ കറക്റ്റായിട്ട് അത് ഓണായി നിൽക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. മൈക്രോ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. മൈക്രോയിലല്ല കിടക്കുന്നത്. ഇപ്പോഴാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഹമ്മിങ്, ലൈറ്റ്, ഫാന് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. നോ ഹീറ്റിംഗ് ആണ് കാണിക്കുന്നത്. മേ ബി ഇതിൻ്റെ മാഗ്നട്രോൺ കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. അപ്പോൾ അതിനാദ്യം ചൂടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇതിനകത്ത് വെക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു കുപ്പി വെള്ളം, ഒരു കുപ്പിയിൽ ശകലം വെള്ളം വെച്ച് അത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊരു 10 സെക്കൻഡ് ഒരു 30 സെക്കൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം ചൂടായിട്ടില്ല.
അപ്പോൾ ഇതിൻ്റെ മാഗ്നട്രോൺ കംപ്ലൈൻ്റ് ആണ്. നമുക്കിത് മാറ്റി പുതിയ മാഗ്നട്രോൺ വയ്ക്കണം. ഇതിൻ്റെ മാഗ്നട്രോൺ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വന്നിരിക്കുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതാണ്. അത് ഈ റിലേ കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ടാണ്. ഇതൊരു കോമൺ കംപ്ലൈൻ്റ് ആണ്. ഇത് ഈ എല്ലാ ടൈപ്പ് മൈക്രോവേവ് ഓവനിനും ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വന്നിട്ടുമുണ്ട്, ഒരുപാട് വന്നിട്ടുമുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതൊരു കോമൺ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇനി മാഗ്നട്രോൺ കൊണ്ട് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതേ കണക്ക് കംപ്ലൈൻറ്റ് വരുന്ന മൈക്രോവേവ് ഓണാണെന്ന് ആദ്യം വിചാരിക്കും ഇതിൻ്റെ റിലേ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.